ട്രാഫിക് നിയന്ത്രണം കൊണ്ടുവരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വാഹനങ്ങളുടെ എൻട്രി റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. പാർക്കിങ്ങിനായിട്ട് 10-12ഓളം ഗ്രൗണ്ടുകൾ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ജാനുവരി 1-ാം തീയതി കൊച്ചിൻ കാർണിവൽ പരേഡ് കാണാൻ വരാൻ പ്ലാൻ ചെയ്യുന്നവരാണോ നിങ്ങൾ? എന്നാൽ കുറച്ച് കാര്യം നിങ്ങളോട് പറയാനുണ്ട്. നമ്മുടെ കൊച്ചിൻ കാർണിവലിന്റെ റാലി ജാനുവരി 1-ാം തീയതി വൈകിട്ട് 3 മണിക്ക് ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് അവിടെ നിന്ന് നേരെ നമ്മുടെ ഫോർട്ട് കൊച്ചി ഞാലിപ്പറമ്പ് സർക്കിളിൽ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് പരേഡ് ഗ്രൗണ്ടിൽ പോയി അവസാനിക്കും. വൈകിട്ട് 7 മണിക്കാണ് പരേഡ് ഗ്രൗണ്ടിൽ ക്ലോസിംഗ് സെറമണി പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ കാർണിവലിൽ വരാൻ പ്ലാൻ ചെയ്യുന്നവരോട് CI ഫൈസൽ സാറിന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ട്രാഫിക് നിയന്ത്രണം കൊണ്ടുവരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വാഹനങ്ങളുടെ എൻട്രി റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ റോറോ ജെട്ടി വൈകിട്ട് 4 വരെയാണ് വാഹനങ്ങൾ കടത്തിക്കൊണ്ടുവരികയുള്ളൂ. 7 മണി വരെ ആളുകളെ കൊണ്ടുവരും. 7 മണിക്ക് ശേഷം ഓപ്പറേഷൻ ഇങ്ങോട്ടുള്ള ആളുകളുടെ എൻട്രി പൂർണ്ണമായിട്ടും റോറോ വഴിയുള്ളത് ഒഴിവാക്കും. 4 വീലേഴ്സ് പരമാവധി കൊണ്ടുവരാതെ ശ്രദ്ധിക്കുക. പാലം അടയ്ക്കും 2 മണിക്ക്, അതായത് 31-ാം തീയതി 2 മണിക്ക് ഗതാഗത നിയന്ത്രണം കൊണ്ടുവരും. അപ്പോഴത്തെ ക്രൗഡ് സിറ്റുവേഷൻ അനുസരിച്ച് വാഹനങ്ങളുടെ ഗതാഗതം. ഇപ്പോൾ ബസ് സർവീസ് കൊച്ചിൻ കോളേജ് ഗ്രൗണ്ട് കേന്ദ്രീകരിച്ചായിരിക്കും ബസ് സ്റ്റാൻഡ് പ്രവർത്തിക്കുക. വാഹനങ്ങൾക്ക് ഇങ്ങോട്ട് പൂർണ്ണമായിട്ടും നിയന്ത്രണം ഏർപ്പെടുത്തും. അതുപോലെ വിലപിടിപ്പുള്ള ആഭരണങ്ങളും മറ്റും സൂക്ഷിക്കുക. പലപ്പോഴും ഒരു തിരക്കുണ്ടാകുന്നത് ഈ ന്യൂ ഇയർ പാപ്പാഞ്ഞി കത്തിയതിന് ശേഷം പെട്ടെന്ന് ആളുകൾ ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ശ്രമം നടത്തുമ്പോഴാണ്. അപ്പോൾ ഇത് കാണാനായിട്ട് കുറച്ച് പേർക്കൊക്കെ അവസരം കിട്ടാതെ നിൽക്കുന്ന ആളുകൾ ഗ്രൗണ്ടിന് വെളിയിൽ നിൽക്കുന്നുണ്ടാകും. അവർ തമ്മിൽ ഒരു ക്ലാഷ്, അതായത് എക്സിറ്റും എൻട്രിയും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു സിറ്റുവേഷൻ വരും. അവിടെയാണ് ഒരു പ്രഷർ പോയിന്റ് ഉണ്ടാകുക. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ സമയമെടുത്ത് മാത്രം ഗ്രൗണ്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങുക എന്നുള്ളതാണ് പോലീസ് കൊടുക്കുന്ന നിർദ്ദേശം. സോ വരുന്നവരെല്ലാവരും തന്നെ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചേക്കുക. ആൻഡ് ഹാവ് എ ഹാപ്പി ന്യൂ ഇയർ.